മികച്ച ബോളിവുഡ് താരം എന്നതിലുപരി 335 കോടി രൂപ വിലമതിക്കുന്ന സാമ്രാജ്യത്തിന്റെ ഉടമ കൂടിയാണ് ധർമ്മേന്ദ്ര. പാചക, ഹോസ്പിറ്റാലിറ്റി മേഖലകളിൽ പടർന്ന് പന്തലിച്ചു കിടക്കുന്നതാണ് അദ്ദേഹത്തിന്റെ ബിസിനസ്. 2015 ന്യൂഡൽഹിയിലെ ഗരം ധരം ധാബയിലൂടെയാണ് അദ്ദേഹം ആദ്യമായി റെസ്റ്റോറന്റിന് തുടക്കമിട്ടത്. 2022 കർണാൽ ഹൈവേയിൽ ഹേമാൻ എന്ന പേരിൽ മറ്റൊരു റെസ്റ്റോറന്റ് കൂടി തുറക്കാനിരിക്കെയാണ് രോഗബാധിതനായത്. മുംബൈ നഗരത്തിലെ തിരക്കുകളിൽ നിന്ന് മാറി ലോണവാലയിലെ 100 ഏക്കർ വരുന്ന ഫാം ഹൗസിൽ കുടുംബത്തോടൊപ്പം താമസിക്കാൻ എത്താറുണ്ടായിരുന്നു. ഈ ഫാം ഹൗസിന് സമീപം റിസോർട്ട് വികസിപ്പിച്ച് ഹോസ്പിറ്റാലിറ്റി ബിസിനസ് വ്യാപിപ്പിക്കാനും അദ്ദേഹം പദ്ധതിയിട്ടിരുന്നു. മഹാരാഷ്ട്രയിൽ ധർമ്മേന്ദ്രയ്ക്ക് 17 കോടിയിലേറെ സ്വത്തുക്കളുണ്ട്. അതിനു പുറമെ ആഡംബര കാറുകളുടെ ഒരു ശേഖരം തന്നെയുണ്ട്. സിനിമയായിരുന്നു ധർമ്മേന്ദ്രയ്ക്കെല്ലാം. അതുകൊണ്ട് ഇടവേളയിൽ നിന്നും അദ്ദേഹം സിനിമയിലേക്ക് തിരികെ വന്നുകൊണ്ടേയിരുന്നു. മക്കളായ സണ്ണിയും ബോബിയുമെല്ലാം തന്നോളം വളരുകയും താരങ്ങളായി മാറുകയും ചെയ്തതോടെ ക്യാരക്ടർ റോളുകളിലേക്ക് ചുവടുമാറി ധർമ്മേന്ദ്ര. നീണ്ട ഇടവേളയ്ക്ക് ശേഷം കരൺ ജോഹറിന്റെ റോക്കി ഓർ റാണി കി പ്രേം കഹാനിയിലൂടെയാണ് അദ്ദേഹം തിരികെ വരുന്നത്. തുടർന്ന് തേരി ബാത്തോം മേം ഐസ ഉൽജ ജിയയിലും അഭിനയിച്ചു. മരിക്കുന്നതിന് തൊട്ടു മുൻപ് അഭിനയിച്ച ഇക്കിസ് ഡിസംബറിൽ റിലീസിന് തയ്യാറെടുക്കുകയാണ്.